എല്ലാവർക്കും നമസ്കാരം പ്രിയരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ജിസ്മോളുടെ മരണം നല്ല രീതിയിലുള്ള ഒരു അന്വേഷണമാണോ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. നാളിതുവരെയായിട്ട് CCTV ദൃശ്യങ്ങളൊന്നും പോലീസിന് പുറത്തുവിടാനായിട്ട് പറ്റിയിട്ടില്ല. അത് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു വീഴ്ച തന്നെയാണ്, പറയാതിരിക്കാൻ മേല. ഒരു പൊതുജന സമക്ഷത്തിൽ ആ ഏരിയയിലുള്ള ആൾക്കാർ, ഈ കൊള്ളിക്കാട് ഏരിയയിലുള്ള ആൾക്കാരെല്ലാം കൂട്ടി ഒരു വിഷ്വലായിട്ട്, ആ പ്രദേശവാസികളെല്ലാം കൂട്ടി ഒരു വിഷ്വലായിട്ട് ഈ CCTV ദൃശ്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ഒരു പെൻഡ്രൈവിലാക്കിയിട്ട് അതെല്ലാം ചെക്ക് ചെയ്ത് അത് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ടായിരുന്നായിരുന്നു. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വമ്പൻ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്, നല്ലൊരു വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഏരിയയിലുള്ള ആൾക്കാരോട് ആ CCTV ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കാനുള്ള, അതിൻ്റെ വിഷ്വൽസ് കാണിച്ചു കൊടുക്കാൻ, സ്ക്രീനിൽ കാണിച്ചു കൊടുക്കാനായിട്ട്, അതായത് നല്ല വലുപ്പമുള്ളൊരു സ്ക്രീന് തയ്യാറാക്കിയിട്ട് ആ സ്ക്രീനിൽ ഈ ജിസ്മോളുടെ സ്കൂട്ടർ ഓടിച്ചു പോകുന്ന CCTV ദൃശ്യങ്ങൾ പെൻഡ്രൈവിൽ ആക്കി ചെക്ക് ചെയ്ത് അത് ഏകദേശം സാമ്യം വന്ന സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിച്ച് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം ഏറ്റുമാനൂർ പോലീസിനെ സംബന്ധിച്ചുള്ളതായിരുന്നു. ഏറ്റുമാനൂർ പോലീസിന് അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ ജിസ്മോളുടെ ഫാദറിനെ ഏറ്റുമാനൂർ സ്റ്റേഷനിൽ നിന്നും വിളിച്ചിട്ട് ഒരു CCTV ദൃശ്യം, ഒരു ചെറിയ ഒരു 2 സെക്കൻഡിൻ്റെ CCTV ദൃശ്യം അത് അയച്ചു കൊടുത്തിട്ട് അതാണ് മോളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയും അതിൻ്റെ പരിണിതഫലമായിട്ട് ഈ ഫാദർ ആ CCTV ദൃശ്യം കാണുകയും അത് എനിക്ക് അയച്ചു തരികയും ഞാനത് ചെക്ക് ചെയ്തിട്ട് അതല്ല എന്ന് ഉറപ്പുവരുത്തുകയും അതിനുശേഷം ഈ ജിസ്മോളുടെ സഹോദരന് ഇത് അയച്ചു കൊടുക്കുകയും ജിസ്മോളുടെ സഹോദരൻ പറഞ്ഞു അതല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ചോദിച്ചു ഇതാരാണ് അയച്ചതെന്ന് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ജിസ്മോളുടെ ഫാദർ എന്നോട് പറഞ്ഞത് പോലീസുകാർ ആരോടും പറയരുത്, ഈ കാര്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്നാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഈ കാര്യം രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമല്ല, ഇത് പരസ്യപ്പെടുത്തി പൊതുജനസമക്ഷത്തിൽ ജനങ്ങൾ അറിയുന്ന രീതിയിൽ ജനസമക്ഷത്തിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് സബ്മിറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഏറ്റുമാനൂർ പോലീസിനെ സംബന്ധിച്ചുള്ളതാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. എവിടെയാണ് നിങ്ങൾ നിയമം പഠിച്ചത്? നിയമപാലകര്, നിയമം കൈകാര്യം ചെയ്യേണ്ട ആൾക്കാർ, നിയമം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ട ആൾക്കാർ, വേണ്ട രീതിയിൽ നിയമപരമായ വേണ്ട ഒരു കാര്യങ്ങളും പൊതുജന സമക്ഷത്തിൽ ജനങ്ങൾക്കായിട്ട് ജനകീയമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് ഹാർട്ട് ഫാർമർ ചാനൽ പറയുന്നത്. ഈ എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യമായിട്ട് നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് എല്ലാ കുറ്റാന്വേഷണങ്ങളും നടത്തുന്നത്. എൻ്റെ പ്രിയ പോലീസുകാരെ, ഏറ്റുമാനൂർ സ്റ്റേഷനിലെ ജീവനക്കാരെ, ജനങ്ങളോട് കുറച്ചൊക്കെ നിങ്ങൾ നീതി പുലർത്തുക. നിങ്ങൾ എന്ത് കാര്യങ്ങളാണ് ചെയ്യുന്നത്? നിങ്ങൾ എന്ത് തെളിവാണ് നാളിതുവരെയായിട്ട് ആ പ്രദേശവാസികൾക്ക് നിങ്ങൾക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചിട്ട്? വളരെ അധികം പരാജയങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ഏറ്റുവാങ്ങുന്നു. നിങ്ങൾക്കത് കേരള പോലീസിന് തെളിയിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളുമില്ല. പക്ഷേ നിങ്ങൾ അവിടെ വേണ്ട രീതിയിലുള്ള അന്വേഷണങ്ങൾ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്നും നടത്തുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് അറിഞ്ഞത്. അതുകൂടാതെ ഈ ജിസ്മോളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഹാർട്ട് ഫാർമർ എന്ന ചാനൽ ഏകദേശം 1 മണിക്കൂറിനകം മരണ വാർത്ത ചാനലിൽ കൂടെ അറിഞ്ഞു തന്നെയാണ് ഞാൻ അവിടെ ചെന്നത്. പ്രമുഖ ചാനലുകാരെല്ലാം ഈ വാർത്തകൾ പബ്ലിഷ് ചെയ്തായിരുന്നു. അങ്ങനെയാണ് സഡൻ നേരം കൊണ്ട് ഏകദേശം 1 മണിക്കൂറിനകം ഹാർട്ട് ഫാർമർ ചാനൽ, ഒരു അരമണിക്കൂറിനും 1 മണിക്കൂറിനും ഇടയ്ക്ക് തന്നെ ഹാർട്ട് ഫാർമർ ചാനൽ ഈ സ്പോട്ടിൽ, അതായത് ജിസ്മോള് പുഴയിലേക്ക് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ സ്പോട്ടിൽ ഹാർട്ട് ഫാർമർ ചാനൽ ചെന്നിരുന്നു. അവിടെ ചെന്നതിൻ്റെ ഫലമായിട്ട് ആദ്യം തന്നെ അഡ്വക്കേറ്റ് എന്ന് കേട്ടപ്പോൾ തന്നെ അഡ്വക്കേറ്റിൻ്റെ ലോഗോ പതിഞ്ഞ ഒരു എംബ്ലം പതിച്ച ഒരു സ്കൂട്ടറാണ് നമ്മൾ തപ്പിയത്. നമ്മൾ അവിടെയൊന്നും ആ വഴിവക്കിലൊന്നും ജിസ്മോൾ ഇറങ്ങിപ്പോയ കടവിലൊന്നും ആ വണ്ടി കണ്ടില്ല. അതിനുശേഷം ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു ജിസ്മോൾ ഓടിച്ചു വന്ന വാഹനം എന്തിയെ, പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റിക്കൊണ്ട് പോയോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, ദേ അവിടെ ഒരു സ്കൂളുണ്ട്, തൊട്ട് മുകളിൽ സ്കൂളുണ്ട്, ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്ക് കയറുന്ന വഴിക്ക്, അതായത് എൻട്രൻസിൽ കുറച്ച് സെക്യൂരിറ്റി ഒക്കെ അവിടെ തങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറമായിട്ട് ആ എൻട്രൻസിൻ്റെ അവിടുന്ന് ഈ സ്പോട്ടിൽ നിന്ന് ഈ ജിസ്മോള് മരിക്കാൻ ഇറങ്ങി പോയി എന്ന് പറഞ്ഞ ആ സ്പോട്ടിൻ്റെ അവിടുന്ന് ഒരു 50 മീറ്റർ അപ്പുറമായിട്ട് ഈ സ്കൂട്ടർ അവിടെ ഒതുക്കി വെച്ചിരുന്നു. അതിലൊരു ഹെൽമെറ്റും വെച്ചിരുന്നു. ആ ഹെൽമെറ്റും പാർട്ട് 1 എന്ന് പറഞ്ഞുകൊണ്ട് ഹാർട്ട് ഫാർമർ ചാനൽ പബ്ലിസിറ്റി ചെയ്തായിരുന്നു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പല ഡൗട്ടുകളും എന്നിൽ ഉദിക്കുന്നുണ്ട്. ആദ്യമേ തന്നെ ആ ഹെൽമെറ്റ് ചെക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പോലീസ് ഡ്യൂട്ടിയിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയോ എന്ന് എനിക്കറിയത്തില്ല.
നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഹെൽമെറ്റ് എന്തിനാ ചെക്ക് ചെയ്യുന്നതെന്ന്. അതിൻ്റെ തലമുടി നാരുകൾ, ഹെൽമെറ്റ് തലയിൽ വെച്ചുകൊണ്ടാണ് വന്നതെങ്കിൽ തലമുടി നാരുകൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താൽ ഒരു പരിധി വരെ അത് ആരാണ് ഓടിച്ചത്, അതായത് ജെൻസ് ആണോ അതുപോലെ തന്നെ ഗേൾസ് ആണോ ഓടിച്ചുകൊണ്ട് വന്നതെന്നുള്ള കാര്യങ്ങൾ അതുവഴി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്ത് വേർപ്പ് ഗ്രന്ഥികൾ ഉൽപ്പാദിക്കുന്ന വിസർജ്യങ്ങൾ, വണ്ടി ഓടിച്ചാണേ വന്നെങ്കിൽ ആ വണ്ടിയിലും വേർപ്പിന്റെ ചെറിയ കുമ്മളകൾ അല്ലെങ്കിൽ വേർപ്പിന്റെ ചെറിയ അംശങ്ങൾ എന്താണെങ്കിലും ഹാൻഡിൽ പറ്റി പിടിച്ചിരിക്കും. അതിന് കുറച്ച് കാലത്തേന് ആയുസുള്ളൂ, കുറച്ച് നാളുകളെ ആയുസുള്ളൂ, കുറച്ച് മണിക്കൂറുകൾ ആയുസുള്ളൂ. അത് നിങ്ങൾക്ക് അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾ അത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജിസ്മോളുടെ ചെരുപ്പ് അവിടെ പുഴയുടെ അരികിൽ നിന്നും കിട്ടി എന്നുള്ള ഒരു റിപ്പോർട്ട് അറിഞ്ഞായിരുന്നു. അപ്പോൾ ആ ചെരുപ്പയിലും കാലിൻ്റെ വേർപ്പിൻ്റെ ചെറിയ അംശങ്ങൾ അതിൽ ആ ചെരുപ്പയിലാണെങ്കിലും കിട്ടിയിരിക്കും. എന്താണേലും നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ച ഫോറൻസിക് വിദഗ്ധരെ കൊണ്ടുവന്നിട്ട് വേണ്ട രീതിയിലാണോ നിങ്ങൾ ആ അവസരം പ്രയോജനപ്പെടുത്തിയെന്ന് അറിയത്തില്ല. നല്ല നല്ല പീക്ക് ടൈമുകളായിരുന്നു നിങ്ങളെ സംബന്ധിച്ച്, ഒരു കേസ് അന്വേഷണത്തെ സംബന്ധിച്ച് ഒരു കേസ് അന്വേഷിക്കാനായിട്ട് ഒരു ഏറ്റവും പറ്റിയ പീക്ക് ടൈമായിരുന്നു അത്. നിങ്ങളത് ഏത് വിധത്തിലാണ് നിങ്ങളത് പ്രയോജനപ്പെടുത്തിയെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ ചെയ്തത് എന്ത് കാര്യങ്ങളാണ്, എന്ത് അന്വേഷണങ്ങളാണ് നിങ്ങൾ നടത്തിയെന്ന് എനിക്ക് ആധികാരികമായിട്ട് അറിയില്ല. എങ്കിൽ തന്നെ ഞാൻ പറയാനുള്ള കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ ജിസ്മോള് പുഴയിൽ കിടന്നു എന്ന് പറയുന്നുണ്ട്. പുഴയിൽ കിടന്നെങ്കിൽ എത്ര മണിക്കൂർ കിടന്നു എന്ന് അറിയാനായിട്ട് ജിസ്മോളുടെ ഡ്രസ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. ഡ്രസ്സ് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പായലിൻ്റെ അംശങ്ങൾ എത്രമാത്രം ഉണ്ട്, എത്രമാത്രം പായൽ എത്ര ടൈം നേരത്തേന് പായൽ പിടിച്ച് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ആ ഡ്രസ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. സാധാരണ ഒരു പായൽ ഗ്രോത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈം എടുക്കും. അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ജിസ്മോളും കുട്ടികളും ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ് അത് ഈ വീട്ടുകാരെ ഏൽപ്പിച്ചോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ ഡ്രസ്സ് എന്താണ് ചെയ്തത്, ജിസ്മോളുടെ ഡ്രസ്സ് കട്ട് ചെയ്തതിന് ശേഷം ജിസ്മോക്കളുടെ ഡ്രസ്സ് അത് ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയേ എന്നൊരു എക്സ്പ്ലനേഷൻ അവിടെയുള്ളൊരു പഞ്ചായത്ത് മെമ്പർ ആര്യ ഹാർട്ട് ഫാർമർ ചാനലിൽ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് ഈ വീട്ടുകാരെ കാണിച്ചോ അതുപോലെ തന്നെ ഇത് അവിടെയുള്ള പഞ്ചായത്ത് മെമ്പറെ കാണിച്ചോ എന്നുള്ള കാര്യങ്ങൾ ആ ഡ്രസ്സ് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാനുള്ള ഉത്തരവാദിത്വം, അത് കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ പോലീസുകാർക്കുള്ളതാണ്. അതുകൂടാതെ ഈ ജിസ്മോളുടെ തലമുടി നാരിലെയും ജിസ്മോക്കയുടെ തലമുടിയിലാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന്, കുട്ടികളുടെയൊക്കെ ആണെങ്കിലും ഈ വെള്ളത്തിൽ കിടന്നതിൻ്റെ ഈ അഴുക്കുകൾ കാര്യങ്ങളൊക്കെ തലമുടിയിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും, മേത്തൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. എന്താണെങ്കിലും അത് ചെക്ക് ചെയ്ത് ബോധ്യപ്പെടുത്തിയാൽ മാത്രമാണ് എത്ര നേരം വെള്ളത്തിൽ കിടന്നു എന്നറിയാനായിട്ട് പറ്റുള്ളൂ. കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ ജിസ്മോളെയും കുട്ടികളെയും സ്പിരിറ്റിൽ മുക്കി ക്ലീൻ ചെയ്തതിന് ശേഷമാണോ കാരിത്താസ് ഹോസ്പിറ്റലിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം പോലീസുകാരെ സംബന്ധിച്ചുള്ളതാണ്. വളരെയധികം ദുരൂഹതകളാണ് ജിസ്മോളുടെ മരണത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ജിസ്മോളുടെ പല്ല് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ, അതുപോലെ തന്നെ ജിസ്മോളുടെ ടൂത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കുട്ടികളുടെ ടൂത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു ദിവസം പല്ല് തേക്കാതിരുന്ന് കഴിഞ്ഞാൽ തന്നെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. അതുപോലെ തന്നെ ജിസ്മോളുടെ ബോഡി പഴകിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഏറ്റവും വലിയൊരു തെളിവാണ് ജിസ്മോളുടെ പല്ലുകൾ. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയാനായിട്ട്, ഇതൊന്നും ഞാൻ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ എൻ്റെതായ അറിവുകൾ വെച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇനിയാണേലും ഇങ്ങനെയുള്ള കേസുകൾ നടന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും സ്കൂട്ടറോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മരണങ്ങൾ അതായത് അപകട മരണങ്ങളാണെന്ന് നിങ്ങളങ്ങ് സ്ഥിരീകരിച്ചാൽ പോരാ. ജനങ്ങൾക്കൂടെ അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം, ധാർമ്മിക ഉത്തരവാദിത്വം പോലീസുകാർക്കുള്ളതാണ്. ഈ ജിസ്മോൾ സ്കൂട്ടർ ഓടിച്ചു വന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്നെങ്കിൽ ആ ജിസ്മോൾ വെച്ച സ്പോട്ടിൽ നിന്ന് എന്തിനാണ് ഇത് മാറ്റിവെച്ചത്, ഇത് ആരാണ് മാറ്റിവെച്ചത്, ഈ സ്കൂട്ടർ എന്തിനാണ് ആ സ്പോട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത്. അപ്പോൾ ആ തെളിവ് നശിപ്പിക്കാനായിട്ടുള്ള ഏറ്റവും വലിയൊരു ഉപാധിയായിട്ട് ഹാർട്ട് ഫാർമർ ചാനലിന് പൂർണ്ണമായിട്ട് അത് ബോധ്യമായിട്ടുണ്ട്. അതുകൂടാതെ ജിസ്മോളുടെ ഡ്രസ്സ് അവിടുന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ആ ഡ്രസ്സ് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ അല്ലെങ്കിൽ ആ നാട്ടുകാരെ പഞ്ചായത്ത് മെമ്പറെ ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ജിസ്മോളുടെ ബോഡി ആ സമയത്ത് അവിടെ കാണാനായിട്ട് പല സമയത്തും അവിടെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റിനും കാണാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ അവരെ ആരും കാണിച്ചു കൊടുക്കാനായിട്ട് ഏറ്റുമാനൂർ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ബോധ്യമായിട്ടുള്ളത്. ജിസ്മോളുടെ ഫാദറിനെ വിളിച്ചിരുന്നത്, പപ്പ ഈ CCTV ദൃശ്യം കിട്ടാതെ ഒരു കാരണവശാലും ശവസംസ്കാരത്തിന് സമ്മതിക്കരുത് പപ്പ എന്ന് ഞാൻ ജിസ്മോളുടെ ഫാദറിനോട് സംസാരിച്ചായിരുന്നു. അപ്പം ജിസ്മോളുടെ ഫാദറിനെ തന്നെ ഞാൻ വിളിച്ചു. ജിസ്മോളുടെ ഫാദറിനെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു, പപ്പ എന്നെ ഒരു മകനായിട്ട് തന്നെ ഉൾക്കൊണ്ടു, പപ്പയുടെ ഒരു മകനായിട്ട് തന്നെ എന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ
പപ്പ ഞാൻ പറയുന്നൊരു കാര്യങ്ങൾ പപ്പ എന്ന് ഒരു സജഷനായിട്ട് പറയാം. ഈ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അത്യാവശ്യമാണ്. വേറെ ഒരാളെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ഈ തൃശ്ശൂരുള്ള ഒരു ലേഡി, നല്ലൊരു പോസ്റ്റ്മോർട്ടം സർജന്റെ ഡീറ്റെയിൽ വരെയോട് ഞാൻ ഈ ജിസ്മോളുടെ ഫാദർ കൊടുത്തതാണ്. അതുകൂടാതെ ജിസ്മോളുടെ ഫാദറിനോട് ഞാൻ സംസാരിച്ചായിരുന്നു. പപ്പയെ ഒരു കാര്യം ഞാൻ പറയാം, പപ്പയുടെ ഒരു മകനായിട്ട് തന്നെ എന്നെ ഉൾക്കൊണ്ട് ഞാൻ ഒരു ചാനൽ ബേസ് എന്നുള്ള കാര്യങ്ങൾ വിട്ടിട്ട് ഈ ജിസ്മോളുടെ ശവസംസ്കാരത്തിനായിട്ട് അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ജിസ്മോളുടെ CCTV ദൃശ്യം പോലീസ് പുറത്ത് കൊണ്ടുവരട്ടെ, അതിനുശേഷം ശവസംസ്കാരത്തിന് സമ്മതിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരെ ഞാൻ വെച്ചായിരുന്നു. എന്തുകൊണ്ടാണ് വെച്ചത്? കാരണം അതിനു മുമ്പ് തന്നെ ഈ CCTV ദൃശ്യം ഇല്ല എന്നുള്ള കാര്യം ഹാർട്ട് ഫാർമ ചാനലിന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ട കാരണമാണ് ആ ഒരു കണ്ടീഷൻ ഞാൻ ജിസ്മോളുടെ ഫാദറിനോട് വെച്ചത്. അപ്പൊ ജിസ്മോളുടെ ഫാദർ ഏറ്റുമാനൂർ SHOനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റുമാനൂർ SHO പറഞ്ഞത് ഈ ജിസ്മോളുടെ ശവസംസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ ഡീറ്റെയിൽ കാണിക്കാം എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഒരു സാദൃശ്യമില്ലാത്ത ഒരു CCTVയുടെ ഏതാനും ചെറിയ 1-2 സെക്കൻഡുകൾ തന്നെ ഒരു തുണ്ട് അയച്ചു കൊടുത്തിട്ട് ഇത് മോളാണ് എന്ന് പറഞ്ഞത്. എന്താണെങ്കിലും വളരെയധികം വിഷമങ്ങൾ തോന്നുന്നുണ്ട്. ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചകളാണ് നാളിതുവരെ ഉണ്ടായിരിക്കുന്നതെന്ന് ഹാർട്ട് ഫാർമ ചാനൽ എണ്ണി അക്കമിട്ട് പറയുന്നു. ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണേലും ഇതിനെ സംബന്ധിച്ച് ഒരു തുടർ അന്വേഷണം, ഒരു CBI അന്വേഷണം നടത്തിയാൽ മാത്രമാണ് ഇതിന്റെ കുറ്റക്കാരാരാന്ന് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ജിസ്മോളുടെ ഭർത്തൃ വീട്ടില് CCTV ദൃശ്യം ഉണ്ടായിരുന്നു, CCTV ഉണ്ടായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഈ അവിടെയുള്ള CCTVയും അതുപോലെ ഹാർഡ് ഡിസ്കും എല്ലാ കമ്പ്യൂട്ടറും എല്ലാ സംഭവങ്ങളും ആ വീട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാണ്. ആ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് അവിടെ CCTV ഉണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ ആ CCTV അവിടെ ഇല്ല. ക്യാമറകളോ കാര്യങ്ങളെല്ലാം അവിടെ അടർത്തി മാറ്റി. ആ ക്യാമറ വെച്ചിരിക്കുന്ന, അതായത് സ്ക്രൂ ചെയ്തിരിക്കുന്ന പോയിന്റുകൾ കൃത്യമായിട്ട് സയന്റിഫിക്കിന്റെ ആൾക്കാർ അവിടെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുന്നു. ജിസ്മോളുടെ വീടിന്റെ ചുറ്റുവട്ടത്തായിട്ട് മൊത്തത്തിൽ 15ഓളം CC ക്യാമറകൾ വെച്ചിരുന്നു. ഇതെല്ലാം അവിടെ നിന്നും മാറ്റപ്പെട്ടിട്ടുണ്ട്. ജിസ്മോളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ജിസ്മോളുടെ കാനായി ന്യൂസ് ചെയ്ത ലൈവ്, സംസ്കാര ചടങ്ങിന്റെ ആ ലൈവ് അത് എടുത്തു കളഞ്ഞിരിക്കുന്നു. അതുകൂടാതെ ജിസ്മോളുടെ ഫേസ്ബുക്കിന്റെ അകത്ത് ഫോട്ടോസ് എല്ലാം എടുത്തു കളഞ്ഞിരിക്കുന്നു. ജിസ്മോളുടെ ആങ്ങളയുടെ ഫേസ്ബുക്കിന്റെ അകത്ത് ഫോട്ടോസ് എടുത്തു കളഞ്ഞിരിക്കുന്നു. പ്രിയരെ, പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ജിസ്മോളുടെ സഹോദരൻ കെട്ടിയിരിക്കുന്നത് ജിമ്മിയുടെ റിലേറ്റീവ് ആയിട്ടുള്ള കുടുംബത്തിൽ നിന്നുമാണ്. അതുപോലെ തന്നെ ജിസ്മോളുടെ പിതാവും ഈ ജിമ്മിയുടെ ഏറ്റവും അടുത്ത ഒരു സ്ത്രീനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്ന് അറിയുന്നത്. അതായത് ജിസ്മോളുടെ രണ്ടാനമ്മ ജിമ്മിയുടെ ഏറ്റവും അടുത്ത കസിൻസ് ആണ് എന്നാണ് അറിയുന്നത്. ഏത് രീതിയിലാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇടുക. എന്താണേലും നമ്മൾ സത്യങ്ങൾ എന്താണേലും സത്യമായിട്ട് തന്നെ നിൽക്കും. ഒന്നും ഒളിച്ചിട്ട് ഒരു കാര്യങ്ങളുമില്ല. എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് പോകണം. എന്നാൽ മാത്രമേ ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു അന്വേഷണം നമ്മുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ എല്ലാ ചാനലിന്റെ ഭാഗത്തുനിന്നും പോലീസുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യങ്ങൾ ഒളിച്ചിട്ട് ഒരു കേസ് അന്വേഷണത്തിലേക്ക് ആർക്കും പോകാനായിട്ട് സാധിക്കില്ല. ഉള്ള കാര്യങ്ങൾ ഉള്ള പോലെ തുറന്ന് പറഞ്ഞാൽ മാത്രമാണ് ഇതിന്റെ ഒരു വ്യക്തമായ സുതാര്യമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുകയുള്ളൂ എന്ന് ഹാർട്ട് ഫാർമ ചാനൽ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു.